വെണ്ണക്കണ്ണൻ ചെറുശ്ശേരി നമ്പൂതിരി. സ്നാനവും ചെയ്തു നീയാഗമീ പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ഇങ്ങനെയുള്ളെനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നു തന്നമ്മേ ചൊൽ. ഓമന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പീളുക്കുന്നേരം ഉണ്ണിക്കൈ തന്നീലെ വച്ചു നിന്നിടിനാൾ വെണ്ണതാൻ കൊണ്ടുപോന്നമ്മയപ്പോൾ. വെണ്ണയെ കണ്ടോരു കണ്ണന്താനന്നേരം വെണ്ണീല വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തേനായി നിന്നു ഞാൻ കേഴുമ്പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്ക് പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിടി കയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു. പിന്നെ വൈകാത വണ്ണമാ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൾ. വെണ്ണയെ കണ്ടോരു കണ്ണന്താനനം വെണ്ണീല പോലുന്ന തിങ്കൾ പോലെ പുഞ്ചിരിത്തുമ കൊണ്ടഞ്ചീതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വീളങ്ങിയതപ്പോൾ. അപ്പോൾ ഈ വെണ്ണക്കണ്ണൻ എന്ന കവിത എഴുതാനുണ്ടായ ഒരു സാഹചര്യം കൂടി ഞാനിവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ആരാണ്? ചെറുശ്ശേരി നമ്പൂതിരിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞൂലേ. അദ്ദേഹത്തെക്കുറിച്ചും ഇത് എഴുതിയ സാഹചര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? രാജാക്കന്മാരായിരുന്നു അല്ലേ. അപ്പം കോലത്തു നാട്ടിലെ ഉദയവർമ്മൻ കോലാതിരിയുടെ കൊട്ടാരത്തിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു ആര്? ചെറുശ്ശേരി നമ്പൂതിരി. അപ്പോൾ ഒരു ദിവസം ചെറുശ്ശേരി നമ്പൂതിരിയും ഉദയവർമ്മൻ കോലത്തിരിയും ചതുരംഗം കളിക്കുകയായിരുന്നു. അപ്പം ചതുരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതനമായ ഒരു കളിയാണ്. അപ്പോൾ രാജകൊട്ടാരങ്ങളിലൊക്കെ നേരം പോക്കിനൊക്കെ കളിച്ചിരുന്ന ഒരു കളി. അതായത് ഇവിടെ ചെസ്സൊക്കെ മാതിരിയുള്ള ഒരു ഇങ്ങനെ ചതുരക്കളത്തിൽ വെച്ചിട്ട് നീക്കി നീക്കി കളിക്കുന്ന ഒരു കളിയാണ് ചതുരംഗം. അപ്പോൾ ഈ കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ചെറുശ്ശേരി നമ്പൂതിരി ആരാണ്? നല്ല ശ്രേഷ്ഠനാണില്ലേ, പണ്ഡിത ശ്രേഷ്ഠൻ. അതായത് നല്ല വിവരമുള്ള ആളുകളെ ഇതായിട്ട് വെക്കുള്ളൂ, രാജകൊട്ടാരങ്ങളിലൊക്കെ പണ്ഡിതരായിട്ട് നിയമിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചെറുശ്ശേരി നമ്പൂതിരി കളിയിൽ എന്താണ്? ഇപ്പോൾ രാജാവിനെ വെട്ടിക്കും എന്നുള്ള രീതിയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് രാജപത്നി എന്ത് ചെയ്യാണ്? രാജപത്നി അവരുടെ ഒരു കുഞ്ഞു വാവയെ ഇങ്ങനെ താഴെ ഉറക്കിക്കൊണ്ടിരിക്കുക, താരാട്ട് പാട്ടി തൊട്ടിൽ ഇങ്ങനെ ആട്ടിയിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ കളിയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആര്? രാജപത്നി. അപ്പോൾ തൻ്റെ ഭർത്താവ്, തൻ്റെ പതി ഇപ്പോൾ പരാജയപ്പെടുന്നായപ്പോൾ രാജപത്നി എന്ത് ചെയ്യാൻ തുടങ്ങി? രാജാവിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ കുഞ്ഞിനെ പാടി ഉറക്കുന്ന ആ പാട്ടിൻ്റെ താളം ളയുണ്ട്. അതായത് ചെസ്സിൽ എന്താ ഈ ചതുരംഗത്തിൽ എങ്ങനെയാണ് പിന്നെ നീക്കേണ്ടത്, ചതുരംഗം കളിക്കുമ്പോൾ നീക്കിയിട്ട് എങ്ങനെയാണ് ജയിക്കേണ്ടതെന്നുള്ള ഒരു ഇതാണ് എന്ത് രാജപത്നി കൊടുക്കുന്നത്.
ഈ സമയത്ത് ഈ വരിയുടെ താളം ഉണ്ടല്ലോ, ദുന്തുന്തു എന്നുള്ള ആ താളം ഒരു പ്രത്യേക താരാട്ടിൻ്റെ ഒരു ഈണം പോലെ അത് പിന്നെ രാജാവിൻ്റെ മനസ്സിലേക്ക് വരികയും രാജാവ് അപ്പോൾ തന്നെ ചെറുശ്ശേരി നമ്പൂതിരിയോട് എന്ത് പറയാണ്, ഈ ഈണത്തിൽ ഒരു കവിത രചിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെയാണ് കണ്ണനെ കുറിച്ചുള്ള ഈ കവിതയുടെ, അതായത് പിന്നെ കണ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണഗാഥയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സ്വർഗാരോഹണം വെച്ചാൽ കണ്ണൻ്റെ മരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കണ്ണനായതുകൊണ്ട് എന്താ സ്വർഗാരോഹണം അല്ലേ. സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലാണ് കണ്ണനൊക്കെ ഉള്ളതെന്നാണ് നമ്മളെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവിത ഈ ഈണത്തിൽ ചെല്ലുമ്പോൾ ദുന്തും ദുന്തും എന്നുള്ള ആ ഈണത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ അങ്ങനെ ചെല്ലാൻ കുറച്ചുകൂടി ഇത് കിട്ടുക, സ്നാനവും ചെയ്തു ആ ഒരു ഈണത്തിലേക്ക് ഇങ്ങനെ ചെല്ലിയാൽ മതി സാവകാശത്തിൽ. അപ്പോൾ ഒരു ഭംഗിയും കിട്ടും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ അതിൽ കുറച്ചും കൂടി വിശദീകരിച്ച് പറയാം.